നമസ്കാരം, എൻ്റെ പേര് നൈനാൻ ചാക്കോ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് മല്ലപ്പള്ളി സംഗമത്തിന് വേണ്ടിയും അതുപോലെ എൻ്റെ ബ്രദർ നൈനാൻ സാബു സപ്പോർട്ട് ചെയ്യുന്ന ഫാദർ സന്തോഷ് ജോർജിൽ കൂടി ചെയ്യുന്നതായ മിഷൻ ഹോമിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിലത് അച്ഛനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അച്ഛ, ആദ്യമായി അച്ഛന് ഇങ്ങനെ ഒരു മിഷൻ ചെയ്യുവാൻ ഉണ്ടായ പ്രചോദനം എന്താണ്? ഒന്നാമത് ദൈവകൃപ തന്നെയാണ്. ഒരു മനുഷ്യനോട് കരുണ കാണിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. ദൈവം തന്ന അനുഗ്രഹമാണ് മനുഷ്യരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ഞാൻ പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഖമില്ലാത്ത ആളിനെ റോഡിൽ നിന്ന് കിട്ടുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ശരിക്കും ബത്സയിദ എന്നൊരാശയം തന്നെ ഡെവലപ്പായി വന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും പിന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറുകയും വീണ്ടും വീണ്ടും വയ്യാത്തവരും ആരുമില്ലാത്തവരും ഒക്കെയായ ആളുകളെ കൂടെ കൂട്ടേണ്ടി വന്നു. ഇന്നത് കർത്താവിൻ്റെ വലിയ കൃപയിൽ മാത്രം വലിയൊരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും സ്വർഗത്തിരിക്കുന്ന ദൈവത്തോടും എനിക്ക് ദൈവം തന്ന ആ മനുഷ്യനോടും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഞാനും എന്നും കടപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം സഭയുടെ കീഴിലാണോ അതോ അച്ഛൻ സ്വന്തമായി ആണോ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശുശ്രൂഷ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സഭയിൽ ഒരുപറ്റ ആളുകളുടെ കരുതലാണ് ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ളത്. പ്രത്യേകിച്ച് വിദേശ നാടുകളിലും മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ കരുതൽ. അതിൻ്റെ അകത്ത് ഡിനോമിനേഷനൊന്നും ഇല്ല. എല്ലാ സഹോദരങ്ങളും പ്രത്യേകിച്ച് ഈശോയെ കർത്താവിനെ അറിഞ്ഞ എല്ലാവരുടെയും ഒരു കരുതൽ ആ സ്ഥാപനത്തിനുണ്ട്. എന്നാൽ മലങ്കര സഭയുടെ വലിയ സപ്പോർട്ടും സ്നേഹവും കരുതലും ഇന്ന് നിലവിൽ ആ സ്ഥാപനത്തിനുണ്ട്. ഇന്ന് വരെയും അത് എല്ലാവരുടെയും സ്നേഹത്താലും സപ്പോർട്ടിനാലും പ്രത്യേകിച്ച് സാമ്പത്തിക സഹായത്താലും ആണിത് മുമ്പോട്ട് പോകുന്നത്. അച്ഛൻ്റെ ഈ സ്ഥാപനത്തിൽ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ടോ അതോ ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ? ബത്സയിദയുടെ പ്രത്യേകത തന്നെ, അതിൻ്റെ പേര് തന്നെ ഹോം ഓഫ് മേഴ്സി എന്നാണ് പറയുന്നത്, കരുണയുടെ ഭവനം എന്നാണ്. അവിടെ ഡിനോമിനേഷൻ ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, ചിന്തകൾ പോലുമില്ല. അവിടെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്, പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളവരുണ്ട്. എല്ലാ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും അത് ക്രിസ്തുവിൻ്റെ മാർഗമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും വ്യക്തിപരമായിട്ടും അല്ലാതെ തന്നെയും അതിനോട് വിയോജിപ്പുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എല്ലാ ആളുകളും ബത്സയിദ ഹോമിനകത്തുണ്ട്, ഒരു കൂടാരത്തിനകത്തുണ്ട്. ഈ പ്രവർത്തനത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൂടാതെ നിത്യമായ രക്ഷയിലേക്ക് അവരെ നടത്തുന്നതിന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പൊതുവായി സ്ഥാപനത്തിൻ്റെ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് പ്രാർത്ഥനാ അനുഭവങ്ങളാൽ നിറഞ്ഞൊരു സ്ഥാപനമാണ്. അവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ട്. അവർ ഉറപ്പായും ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള വൈദികർ നേതൃത്വം കൊടുക്കുന്ന എല്ലാ സുവിശേഷ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഒപ്പമുള്ള എല്ലാ ആധ്യാത്മിക ശുശ്രൂഷകൾക്കും അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നിർബന്ധപൂർവം ആരോടും ഒന്നും പറയാറില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ സുവിശേഷം ഉറപ്പായിട്ട് അവർ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് പലപ്പോഴും മാനസാന്തരം ഉണ്ടായി അല്ലെങ്കിൽ രോഗത്തോടുള്ള വിടുതലും ഒക്കെ ഉണ്ടായത്. പലപ്പോഴും കേൾക്കുന്ന സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രാർത്ഥന അടിസ്ഥാനത്തിലും പിന്നെ കൊടുക്കുന്ന ആ ഒരു അവയർനെസ്സിൽ കൂടെയൊക്കെയാണ് പലപ്പോഴും അവർക്കൊരു ഡെലിവറൻസ് അല്ലെങ്കിൽ വിടുതൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു, അവർ കേൾക്കുന്ന വചനം അവരെ സ്വതന്ത്രമാക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന പോലെ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു പറഞ്ഞതുപോലെ തന്നെ വചനം കേൾക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കാറുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത് അവരെ തന്നെ ക്രിസ്തുയേശുവിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് ഇന്ന് വരെയുള്ള ബോധ്യം. അങ്ങനെയുള്ള ചില എക്സാമ്പിളുകളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ഭവനത്തിന് അല്ലെങ്കിൽ ഈ ബത്സയിദയുടെ ഈ മിഷന് ഒരു ദിവസം എന്ത് ചെലവ് വരും? നിലവിൽ ഒരു ദിവസത്തെ അതായത് ഇപ്പോൾ നമുക്ക് 29 ഇൻമേറ്റ്സാണ് ഒരു വിങ്ങിനുള്ളത്. അവരുടെ നോൺ വെജ് ഫുഡ് ഉൾപ്പെടെ ആണെങ്കിൽ നമുക്കൊരു 17,000 രൂപ 20,000 രൂപ താഴെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ വരുന്നുണ്ട് അവിടെ. പ്രത്യേകിച്ച് നോൺ വെജ് ഫുഡുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള കുറവ്. എന്നാലും ഒരു 20,000 ബിലോ നിലവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഇതിൻ്റെ ചിലവുകൾ വെളിയിൽ നിന്നാണോ അതോ സഭയാണോ, എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ സപ്പോർട്ടാണോ, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്?
നിരവധി പേരുടെ കൂട്ടായ്മയിൽ കൂടിയാണ് എൻ്റെ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഭയുടെയും സമൂഹത്തിൻ്റെയൊക്കെ കരുതലുണ്ട്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ വലിയൊരു കരുതൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അവസാനമായി കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ അന്ത്യനായ വിധിയിൽ സകല മനുഷ്യരെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, എനിക്ക് വിശന്നു, നിങ്ങൾ കഴിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു, നഗ്നനായെന്ന് ഉടിപ്പിച്ചു. അച്ഛൻ ചെയ്യുന്ന ഈ വലിയ പ്രവൃത്തിയെ സർവശക്തനായ ദൈവം സകല നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മല്ലപ്പള്ളി സംഗമത്തിൻ്റെ സകല ആശംസകളും ഞാൻ നേരുന്നു. അച്ഛൻ്റെ ഈ അമേരിക്കയിലെ പ്രവർത്തനം, ഈ വർഷത്തെ വിസിറ്റ്, അച്ഛൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയും അനേകായിരങ്ങൾ ഈ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ അവസരമൊരുക്കിയ വോയിസ് ഓഫ് ക്രിസ്ത്യനോട് നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ബസേദ മിഷന് വളരെ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സാബു നൈനാൻ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിശാലമായ കോൺസെപ്റ്റ് വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ആയിരുന്നില്ല, അദ്ദേഹം എൻ്റെ പുറകെ ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അച്ഛാ എന്തായി, എങ്ങനെയുണ്ട്, എത്ര പേര് അവിടെയുണ്ട്, ഓരോ കാലഘട്ടങ്ങളിലും എൻ്റെ പുറകെ അന്വേഷിച്ചിടുന്നൊരു വലിയ മനുഷ്യനാണ് സാബുച്ചായൻ. അത് വെറുതെ ഒരു വാക്കിൽ പറയുമല്ല, അത് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം അദ്ദേഹം എത്രമാത്രം ഈ സ്ഥാപനത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തോട് എനിക്ക് മരണം വരെ അതിന് ശേഷവും വളരെയധികം കടപ്പാടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബ്രദർ ഈ പ്രിയപ്പെട്ട ബാബുശാനെ കാണാൻ സാധിച്ച ഏറ്റവും വലിയ സന്തോഷം, നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മല്ലപ്പള്ളി സംഗമം ഒരു വലിയ സമൂഹം. ഞാൻ എന്ന് വന്നാലും അവരുടെ ഒരു കൂട്ടായ്മ എന്നെ ക്ഷണിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ക്രമീകരിക്കാറുണ്ട്. അതൊക്കെ വിശാലതയുള്ള മനുഷ്യർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ കൂട്ടായ്മയിൽ പെന്തക്കോസ്ത് സഹോദരങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, പ്രത്യേകിച്ച് വായിച്ചാൽ ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന് തമ്പുരാൻ്റെ നാമത്തെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ കേൾക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ ഒരുമിച്ചൊരുക്കി. അത് ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര സന്തോഷം നൽകിയ നിമിഷങ്ങളാണ് ഞങ്ങൾക്കറിയാം. എല്ലാ കമ്മ്യൂണിറ്റി, CSI കമ്മ്യൂണിറ്റിയിൽ നിന്ന്, കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നും ആ കൂട്ടായ്മയിൽ ആളുകൾ വന്നു. അവരൊക്കെ എത്രമാത്രം കർത്താവിൽ സ്നേഹനിധികളായ വ്യക്തികളാണെന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മളെ കരുതിയില്ലെങ്കിൽ നമ്മളെ കർത്താവ് എങ്ങനെ കരുതും? ഈ മല്ലപ്പള്ളി സംഗമത്തിന് അമേരിക്കയിൽ, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിൽ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബാബുശാന്, ഒപ്പം സാബുച്ചാന്, ഇവരുടെ സഹോദരങ്ങൾ, ഇവരുടെ മറ്റു കുടുംബത്തിലുള്ളവർ, പ്രാദേശികമായി ബന്ധമുള്ളവർ, പ്രത്യേകിച്ച് മല്ലപ്പള്ളി സ്വദേശികളായിട്ടുള്ള നിങ്ങളെ കാണാൻ ഞാൻ വരികയാണ്. നിങ്ങളെല്ലാവരും ആ കൂട്ടായ്മയിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ വീഡിയോയെ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യണം. നാട്ടിൽ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ ബസേദ സന്ദർശിക്കണം. നിങ്ങൾ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവിടെ സാഹചര്യങ്ങളുണ്ട്. അവിടെ അടച്ചിട്ട വാതിലുകളൊന്നുമില്ല. തുറന്നു കിടക്കുന്ന കുറച്ച് വാതിലുകളും ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്ന നിഷ്കളങ്കരായ കുറച്ച് മനുഷ്യരവിടെയുണ്ട്. ആരുമില്ലാത്തവരാണ്. അവരെ കണ്ടെത്തി കൂടെ പാർപ്പിച്ച് ജീവിതം കൊടുക്കുകയാണ് ഞങ്ങളുടെയൊക്കെ ജോലി. കൂടെ നിൽക്കുക. നമുക്ക് കർത്താവിൻ്റെ വലിയ സുവിശേഷം സ്വർഗത്തോളം സന്തോഷമുള്ളതാക്കി തീർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി മല്ലപ്പള്ളി സംഗമത്തിന് എൻ്റെയും സ്ഥാപനത്തിൻ്റെയും പേരിലുള്ള എല്ലാ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.